മുമ്പ് പണ്ട് ഉണ്ടാക്കണ കണ്ടു കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഉറപ്പാണ്. ഞാൻ ഇതിപ്പം വീഡിയോക്കും വേണ്ടിയിട്ടോ വ്യൂസിനും വേണ്ടിയിട്ടോ ഒന്നും പറയില്ല, അത് സത്യമായിട്ടുള്ള വാക്കാണ്. എന്ന് വെച്ചാൽ എനിക്ക് മുമ്പൊക്കെ വറുത്തരച്ച കറി കൂട്ടിയാൽ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതാട്ടോ. നിങ്ങളെല്ലാവരും അങ്ങനെ ഉണ്ടാക്കണുണ്ടോന്ന് അറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പൊ ഇന്ന് റമദാൻ ഒന്നല്ലേ, അപ്പൊ എല്ലാവർക്കും എങ്ങനെയുണ്ട് ചൂടൊക്കെ? ഞങ്ങൾക്ക് ചൂട് താങ്ങാൻ പറ്റണില്ല, അടുക്കളയിൽ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ ഇയാളില്ല കേട്ടോ. അപ്പോൾ ഇൻട്രോ പറയാൻ വേണ്ടി വിളിച്ചിരുത്തിയതാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഉണ്ടാക്കുന്ന രീതി എല്ലാവരും ഉണ്ടാക്കണേന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കല് കേട്ടോ. അപ്പോൾ തേങ്ങ വറുക്കാതെ നമുക്ക് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടോ. പക്ഷെ നിങ്ങൾ എന്തായാലും പരീക്ഷ നോക്കണം എങ്ങനെ ഉണ്ടെന്നല്ലേ. വേണ്ടേ? ഞാൻ സ്ഥിരമായിട്ട് കുറെ കാലമായിട്ട് ഞാൻ തേങ്ങ വറുക്കലില്ല. ഞാൻ ഈ പണിയാണ് ചെയ്യുന്നത്. ആ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാണുന്ന വേണം. കണ്ടിട്ട് എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ജസ്റ്റ് നിങ്ങൾ നോക്കി. എല്ലാവരും തേങ്ങ വറുത്തുണ്ടാക്കുന്നത്. എനിക്ക് തേങ്ങ വറുക്കണ ബുദ്ധിമുട്ടുകൊണ്ടൊന്നല്ല, വറുത്തരച്ച് ഉണ്ടാക്കണേക്കാട്ട് എനിക്കൊരു ടേസ്റ്റ് തോന്നി. എല്ലാരും വറുത്തരച്ച് പിന്നെ നമുക്ക് വേറെ കൈ ഉണ്ടാകുമ്പോ വേറെ ടേസ്റ്റ് അല്ലേ? വേറെ ടേസ്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും പരീക്ഷ നോക്കിയാൽ വേണ്ട അല്ലേ? അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ ഞങ്ങളൊക്കെ വെച്ച് പരീക്ഷിച്ച് ഞങ്ങൾ ഇവിടെ വിജയിച്ചിരിക്കേണ്ട അല്ലേ? പരീക്ഷണം വരെ വെച്ചിട്ടാണ്. അപ്പൊ കുഞ്ഞോ എന്തേ പറയണ്ട. അപ്പൊ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുപോലെയാണോ ഉണ്ടാക്കല് എന്നുള്ളത്, ഇതുപോലെ ഉണ്ടാക്കണോ ഇല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ. ഞാൻ ഇതേ രീതിയിലാണ് വർഷങ്ങളായിട്ട് വെച്ചാൽ ഒരു കുറച്ചു കാലമായിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കല്. ഒന്ന് പറയാം, സാധനം പൊപ്പൊളിയാണ്, അടിപൊളിയാണ്. ഇത് പരീക്ഷ നോക്കിക്കോളെ, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയും ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും അല്ലേ? എന്റെ വല്യമ്മ മുമ്പ് പണ്ട് ഉണ്ടാക്കണ കണ്ടു കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണ കേട്ടോ. എൻ്റെ വല്യമ്മ മുമ്പൊക്കെ നമ്മളെ താത്ത ഇങ്ങനെ ഉണ്ടാക്കിയത് ഒന്നും ആ രുചി നാവൊന്നും പോയിട്ടില്ല അല്ലേ? വല്യമ്മ ഇങ്ങനെ ചെയ്യുള്ളൂ, തേങ്ങ വറുക്കലില്ല. ഇമ്മ പിന്നെ വറുത്തിട്ട് ഉണ്ടാക്കില്ല. പക്ഷെ ഞാൻ എനിക്ക് അന്നത്തെ ടേസ്റ്റ് എന്താ പറയുക, ഞാൻ പിന്നെ സ്ഥിരമായിട്ട് പിന്നെ അതന്നെ ചെയ്യുള്ളൂ, വറുക്കൂല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ 1 കിലോ ചിക്കൻ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില, ഇതന്നെ ഇടുന്നു കേട്ടോ. വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് വെള്ളം ഇത് കുഴച്ചിട്ടുണ്ട്. ഒരു തേങ്ങ, പക്ഷെ ഞാനൊരു 1.5 മതി ഞങ്ങൾക്ക്. നമുക്ക് ചെല്ലാം ഇതിന് വേണ്ടത് 2, 3, 4 ചെറിയ ഉള്ളി അങ്ങനെ അരിഞ്ഞിടാം. ഒരു 3/4 ടീസ്പൂണ് പെരുംജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് കരിവേപ്പില ഇടാം. ഇത്രയും സാധനങ്ങളിട്ട് ഒരു പണിയുണ്ട്. ഇത് നമ്മൾ വറുക്കല്ലേ ചെയ്യണേ കേട്ടോ. എല്ലാവരും വറുത്തല്ല കറി ഉണ്ടാക്കണേ, ഇത് വറുത്തിട്ടല്ല. അപ്പം ഞാൻ എന്താ ചെയ്യണേന്ന് നോക്കട്ടാ. ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് തേങ്ങ ഇടാം. എന്താ നിങ്ങൾ തേങ്ങയിൽ ഇടണേ അതെല്ലാം ഇടട്ടെ, ഞാനിപ്പോൾ ഇത്ര ഇടുള്ളൂ. ഇതിൻ്റെ ഒപ്പം വെള്ളം വേണം കേട്ടോ, ഇത് വേവാനുള്ള വെള്ളം. ഇത് നമ്മൾ വേവിക്കുകയാണ് ചെയ്യണേ കേട്ടോ. നല്ല തിളച്ച് വെന്ത് വന്ന് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കട്ടോ. അപ്പോൾ അത് ചൂടാറി നമ്മൾ ജാറിലിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കുക ചെയ്യട്ടോ. അപ്പോൾ
തേങ്ങ നന്നായി അരച്ചു. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ വെന്തിക്കണേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 ഭാഗമായിട്ട് ഞാൻ അടിച്ച് ഒഴിച്ച് വറ്റി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഓഫാക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ ഉള്ളി ഒഴിച്ച് താളിച്ചെടുക്കാം. അപ്പോൾ ഇറച്ചിയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിരുന്നു. ഇപ്പോൾ തേങ്ങ ഒഴിച്ചപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത്, നോമ്പായതുകൊണ്ട് അല്ലാതെ ഉപ്പ് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി അരിഞ്ഞെടുക്കട്ടെ. താളിക്കാനുള്ള നമ്മളിവിടെ തൂമ്പിക്കുക എന്നൊക്കെ പറയും, ചിലർ താളിക്കുക എന്ന് പറയും. ഞങ്ങളിവിടെ ഉള്ളി തൂമ്പിക്കുക എന്നാണ് പറയട്ടാ. നമ്മളെ കറി നന്നായി തിളച്ചു. ഇനി ഓഫാക്കാം. കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, രണ്ടോ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ. നമ്മളെ കറി തിളച്ചു. അപ്പോൾ തീ ഓഫ്. കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം പറയാം. നമുക്ക് വറുത്തരച്ച കറി കൂട്ടുമ്പോൾ നമുക്ക് നെഞ്ചരിച്ചില് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഈ കറി കൂട്ടുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അത് 100% ഉറപ്പാണ്. ഞാൻ ഇതിപ്പം വീഡിയോക്കും വേണ്ടിയിട്ടോ വ്യൂസിനും വേണ്ടിയിട്ടോ ഒന്നും പറയില്ല. അത് സത്യമായിട്ടുള്ള വാക്കാണ്. എന്ന് വെച്ചാൽ എനിക്ക് മുമ്പൊക്കെ വറുത്തരച്ച കറി കൂട്ടിയാൽ നോമ്പിനായിക്കോട്ടെ അല്ലാത്തപ്പോഴായിക്കോട്ടെ നെഞ്ചരിച്ചില് ഭയങ്കര ഗ്യാസ് പ്രോബ്ലം വരും. ഗ്യാസ് അല്ല, ചെറുതായിട്ടൊരു നെഞ്ചരിച്ചിൽ വരും. അപ്പൊ ഇങ്ങനെ ചെയ്താല് നമുക്ക് ആ ഒരു സംഭവം മാറി കിട്ടും. ഇത് ഉണ്ടാവൂല. എന്താ പറയാ, തേങ്ങ വറുത്തരച്ച് കൂട്ടിയാല് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ആ ഒരു അസുഖം മാറും. അസുഖമല്ല, നമുക്കൊരു മെയിൻ്റെ ആണത്. നെഞ്ഞെരിഞ്ഞുണ്ട് എന്നുള്ള അത് ബുദ്ധിമുട്ട് മാറി. അപ്പൊ